ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഒരു കുട്ടി വ്ളോഗായിരിക്കും. അപ്പം ഇന്ന് എനിക്ക് ലീവുള്ളൊരു ദിവസം, അപ്പം ഇന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഒരു അബദ്ധം പറ്റി, മുടിയൊന്ന് ഷേപ്പാക്കിയതാണ്. ഞാൻ സ്വന്തമായിട്ട് തന്നെ അടിയൊന്ന് വെട്ടാമെന്ന് വിചാരിച്ചതാണ്. വെട്ടി ഒരുമാതിരി അവിടെയില്ല ഇവിടെ ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ അതൊന്ന് പോയിട്ടൊന്ന് ഷേപ്പ് ആക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ. അപ്പം നമുക്ക് ഇന്ന് പോയാലോ? ഇവിടെ നല്ല മഴയുണ്ട്, കാറ്റുണ്ട്, വെയിലുണ്ട്, എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് അയർലൻഡിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. നാട്ടിൽ ഭയങ്കര മഴയാണ്. അപ്പോൾ നമുക്കൊന്ന് സമയം കളയാതെ വേഗം പോവാം. അപ്പോൾ വാ. നമ്മൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുക. 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് രണ്ട് വഴി അവിടെ പോവാം. ഒന്നെങ്കിൽ ലുവാസിന് അല്ലെങ്കിൽ ബസ്സിന്. ലുവാസിന് താഴെ പോവുകയാണെങ്കിൽ നമ്മൾ 2 ലുവാസ് കയറേണ്ടി വരും. ആദ്യം ഒരു ലുവാസ് പോയി അത് ബെൽഗാഡ് ഇറങ്ങി പിന്നെ കയറണം രണ്ടാമത് താലയിലേക്ക്. ബസ്സിനാണെങ്കിൽ ഡയറക്റ്റ് ഈ ബസ്സിൻ്റെ അവസാന സ്റ്റോപ്പ് താലയാണ്. നമുക്ക് ഡയറക്റ്റ് അവിടെ എത്താം. അപ്പോൾ നമ്മൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ താലേ പോയിട്ടാണ് ഞാനിന്ന് ഹെയർ കട്ട് ചെയ്യണത്. നമുക്ക് പോയി നോക്കാം. കുറച്ച് ഫ്രണ്ട്സൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇനി പോയി നോക്കാം എന്താ അവസ്ഥയാണ്. പിന്നെ എനിക്ക് ഷൂ മാറ്റണം. ഇതെനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്, ന്യൂ ബാലൻസിൻ്റെ. ഞാൻ കുറേ നാളായിട്ട് ന്യൂ ബാലൻസിൻ്റെ ഷൂ വാങ്ങണം എന്ന് ആഗ്രഹിച്ചിരുന്നേ. അപ്പോൾ നവീനും ക്രിസ്റ്റീനയും കൂടെ എൻ്റെ ബർത്ത്ഡേൻ്റെ ഗിഫ്റ്റാണ്. പക്ഷെ സൈസ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയി. അപ്പോൾ നമുക്ക് പോയിട്ട് ഇനി ആ ഷോപ്പും കൂടെ അവിടെ ഉണ്ടോ നോക്കിയിട്ടൊന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് പോവാം. അങ്ങോട്ടേക്ക് ബസ് പോകുന്നുണ്ട്. എനിക്കിപ്പോൾ കുറേ ആയിട്ട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടം ബസ്സിലാണ്. ലുവാസിനേക്കാളും ഇഷ്ടം ബസ്സാണ്. പക്ഷേ ലുവാസിലും ബസ്സിനും ഒക്കെ എനിക്ക് ഏകദേശം ഒരേ ടൈമൊക്കെ എടുക്കുന്ന പോലെ തോന്നുന്നു കേട്ടോ. വലിയ സ്പീഡൊന്നുമില്ല. പിന്നെ ബസ്സാണ് കുറച്ചും കൂടെ ടൈം കുറേ സ്റ്റോപ്പിൽ നിർത്തി പോകുന്നത്. ലുവാസ് എന്ന് പറയുന്നത് അത്ര സ്റ്റോപ്പുകളൊന്നുമില്ല. പിന്നെ നമ്മൾ ഇറങ്ങുന്ന ടൈം അനുസരിച്ചാണ് നമ്മൾ ലുവാസിന് പോകണോ ബസ്സിന് പോകണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്ലാനൊന്നും ഉണ്ടാവില്ല. നടന്ന് ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോഴായിരിക്കും ബസ്സിന് പോകണോ ലുവാസിന് പോകണോ ഏതിൽ പോയാൽ ആദ്യം എത്തും എന്നുള്ള തീരുമാനത്തിലെത്തും. അയർലൻഡിലെ ക്ലൈമറ്റ് ഏത് നിമിഷം മാറണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മഴയും വെയിലും കാറ്റൊക്കെ ഒരുമിച്ച് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു മല ഞാൻ ഈ താലയിൽ താമസിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് കാണുന്ന മലയാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഈ മലയൊന്ന് കയറണമെന്നുണ്ട്. പക്ഷെ ഇത് എവിടെയാ, എങ്ങനെയാ, ഏതിലേ പോകണ്ടേ, ഏത് മലയാ, ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഒരു ദിവസം നമുക്ക് പോകണം. നമുക്ക് പോയി അവിടെ എന്താണെന്നൊന്ന് നോക്കണം. ഞാൻ പീറ്റർ മാർക്ക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അവിടെ പോയിട്ടാണ് മുടി വെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ സ്ക്വയറിൽ അങ്ങനെ ഒരു ഷോപ്പ് കണ്ടിട്ടില്ല. അപ്പം നമ്മൾ ചെക്ക് ചെയ്യുകയാണ് എവിടെയാണ് വരുന്നതെന്ന്. അപ്പം നമുക്ക് 2 എണ്ണം കാണിക്കുന്നുണ്ട്, 2 ഷോപ്പ് കാണിക്കുന്നുണ്ട്. ഒന്ന് ഫ്ലോർ 2-ലും പിന്നെ ഒന്ന് ഫ്ലോർ 1-ലുമാണ്. അപ്പം നമ്മൾ നേരെ ഫ്ലോർ 2-ലേക്കാണ് ആദ്യം പോകുന്നത്. പിന്നെ എന്നത്തെയും പോലെ തന്നെ സ്ക്വയറിൽ നല്ല തിരക്കൊക്കെ ഉണ്ട്. കണ്ടില്ല എൻ്റെ മുടീൻ്റെ അവസ്ഥ കിടക്കണത്. ഒരാവേശത്തിൽ കുളിക്കാൻ കയറിയപ്പോൾ എടുത്തങ്ങ് വെട്ടിയത്. എന്തിനാണെന്ന് എനിക്കും അറിയത്തില്ല. പക്ഷേ എൻ്റെ മുടീൻ്റെ അടിയിലൊക്കെ സ്പ്ലിറ്റ് വന്നിട്ട് നല്ല രീതിയിൽ മോശമാവാൻ തുടങ്ങി. ഞാൻ നാട്ടിൽ പോയി വെട്ടാമെന്ന് വിചാരിച്ചിട്ട് നാട്ടിൽ നിന്ന് പോകുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അവസാനം ഞാൻ വിചാരിച്ചു ഒന്ന് അടിയൊന്ന് ഷേപ്പാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ സ്പ്ലിറ്റ് വെട്ടുന്നതിന് മാത്രം 40 യൂറോയാണ്. അതായത് നമ്മുടെ അടി ചുമ്മാ ഒന്ന് ഷേപ്പാക്കണതിന്. അപ്പം ഞാൻ തന്നെ ആ പരിപാടി ഏറ്റെടുത്തതാണ്. ഫുള്ളായിട്ട് കൊളാക്കി കളഞ്ഞു. പക്ഷേ ഞാൻ ഫ്രണ്ട് സൈഡ് വെട്ടിയത് എനിക്ക് ഇഷ്ടമായി കേട്ടോ. പക്ഷേ ബാക്ക് അലമ്പാക്കി കളഞ്ഞു. അതും കൊണ്ട് മാത്രമാണ് ഞാൻ പോയി മുടി വെട്ടാമെന്നുള്ള തീരുമാനത്തിലെത്തിയത്. അപ്പോൾ ഇതാണ് പീറ്റർ മാർക്കിൻ്റെ 2nd ഫ്ലോറിലുള്ള ഷോപ്പ്. ഇത് ആക്ച്വലി ഗൂഗിളിൽ ഓപ്പൺ ആണെന്ന് കാണിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ അവിടെ ക്ലോസ് ആയിരുന്നു. നമ്മളിപ്പോൾ താലയിലാണ്. സക്സസ്ഫുള്ളി നമ്മളവിടെ മൂഞ്ചി നമുക്ക് കിട്ടിയില്ല. അവർ ആക്ച്വലി പറഞ്ഞു നാളെ 12 മണിക്ക് വേണമെങ്കിൽ അപ്പോയിൻമെൻറ്റ് തരാം, ഇന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല ഒരു ഷോപ്പ് ഓപ്പൺ അല്ല. പീറ്റർ മാർക്കിൻ്റെ 2 എണ്ണം ഉണ്ട് ഇവിടെ. 2nd ലെവലിലും ഏറ്റവും ഡൗൺ ഫ്ലോറിലും വരുന്നത്, ഫസ്റ്റ് ഫ്ലോറിലും വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ആണ് പറഞ്ഞത് 12 o'clock. മേലത്തെ ഷോപ്പ് പറഞ്ഞു ഓപ്പൺ അല്ല ഇന്ന്. അപ്പോൾ നമ്മൾ ഇനി നേരെ സിറ്റി പോവുക. അവിടെ നിന്നെങ്കിലും വെട്ടാൻ പറ്റുമെന്ന് അറിയില്ല. വെട്ടാൻ പറ്റിയാൽ സിറ്റിയിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി സിറ്റിയിലേക്ക് ലുവാസ് പിടിക്കാൻ പോകാം.
സിറ്റിയിൽ പോയി വെട്ടാന്നുള്ള ഒറ്റ പ്രതീക്ഷയിലാണ് നമ്മൾ തലേന്ന് വണ്ടി കയറിയത്. ഇനി അവിടെ ചെല്ലുമ്പോൾ തിരക്കാണെങ്കിൽ വീണ്ടും മൂഞ്ചു എന്നുള്ള നല്ല ടെൻഷനിലാണ് ആക്ച്വലി വണ്ടി കയറിയിരിക്കുന്നത്. ഇന്നാണെങ്കിൽ നമുക്ക് ലീവും കൂടി ആയതുകൊണ്ട് ഇന്ന് പറ്റിയ ദിവസമായിരുന്നു മുടി വെട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇനി അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ. ഇവിടെയൊക്കെ ആക്ച്വലി എല്ലാവരും ബുക്ക് ചെയ്തിട്ടാണ് വെട്ടാൻ പോണത്. ഞാൻ ബുക്കും ചെയ്തിട്ടില്ല, ചുമ്മാ കയറി വെട്ടാൻ പോകും. എൻ്റെ ഭാഗത്തും തെറ്റുണ്ടേ. പക്ഷേ എൻ്റെ 2 ഫ്രണ്ട്സും പോയി വെട്ടിയത് ബുക്ക് ചെയ്യാതെയായിരുന്നു. അപ്പോൾ ഡയറക്റ്റ് ചെന്നപ്പോൾ തന്നെ ഒരു 1 അവർ വെയിറ്റ് ചെയ്യാണ്ടിരുന്നുള്ളൂ. അപ്പം തന്നെ അവർ കയറി വെട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പപ്പേനെ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മുടി വെട്ടാൻ പോവുകയാണ് എന്ന്. ഞാൻ നാട്ടിലുള്ളപ്പോൾ ഏകദേശം നല്ല ഷോർട്ടായിട്ടാണ് ഈ മുടി വെട്ടിക്കൊണ്ടിരുന്നത്. അന്നൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പം മുടി നല്ലോണം അങ്ങ് വളർന്നു കഴിഞ്ഞപ്പോൾ പപ്പയ്ക്കും മമ്മിക്കും പറയുന്നുണ്ടായിരുന്നു അത്രയ്ക്ക് അങ്ങോട്ട് വെട്ടണ്ട, അടിയിൽ കുഞ്ഞറ്റങ്ങ് വെട്ടിയാൽ മതി, പിന്നെ അത് വളർന്നോളും, ടെൻഷൻ ആവണ്ടെന്നേ. അവിടെ ഞാനാണെങ്കിൽ നല്ല ഷോർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ എൻ്റെ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിൻ്റെ ഈ മുടി കാണാനടി ഭംഗി, നീ ഇത് വെട്ടൊന്നും വേണ്ട, നല്ല ഭംഗിയുണ്ട്, ഇത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്നൊക്കെ. പക്ഷേ എനിക്ക് മുടി ഷോർട്ടാക്കിയിടുന്നതാണ് ഇഷ്ടം. അല്ലെങ്കിൽ എനിക്ക് ഒരുമാതിരി തള്ള ലുക്ക് പോലെ തോന്നും. എല്ലാവരും പറച്ചിലും ഉണ്ട് കേട്ടോ. ഹ്യൂസ്റ്റൺ എത്തിയപ്പോൾ ലുവാസ് നിർത്തിയേ. ഇത് കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കർത്താവ്, ഇവരെല്ലാവരും കൂടെ നാട് വിട്ടു പോവുകയാണോ? ലുവാസിൽ കയറാൻ പറ്റാത്ത ആൾക്കാരാണ് ഇതൊക്കെ. ഇവരെന്നിട്ട് ചിലവരൊക്കെ നടക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ലുവാസ് ഭയങ്കര തിരക്ക്, ഒടുക്കത്തെ തിരക്കായിരുന്നു. ഭാഗ്യത്തിന് നമ്മൾ തലേന്ന് കയറിയത് കൊണ്ട് സീറ്റ് കിട്ടി. ഇല്ലെങ്കിൽ നമ്മൾ സിറ്റി വരെ ഈ ഒരേ നിപ്പ് നിൽക്കേണ്ടി വന്നേനെ. ഇപ്പോഴാണെങ്കിൽ മഴയൊന്നുമില്ല, നല്ല മഴക്കാറുണ്ട്, പക്ഷെ വെയിലും ഇല്ല. അത്യാവശ്യം നല്ല കാറ്റുണ്ട്. എന്താല്ലേ, ഏത് നേരത്താണോ ഇവിടുത്തെ ക്ലൈമറ്റ് മാറാൻ പോണത്. പിന്നെ ഇവിടെ കോടയുണ്ടായിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. നല്ല കാറ്റാണെങ്കിൽ നമ്മളെയും പറത്തിക്കൊണ്ടങ്ങ് പോകും. അപ്പോൾ ഇവിടെ മഴയുണ്ടെങ്കിൽ നനയാന്നല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല. അങ്ങനെ ജാക്കറ്റാണ് നമ്മുടെ ആകെ രക്ഷ. ഷൂവിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ആ ഷൂ നമുക്ക് ന്യൂ ബാലൻസിൻ്റെ ആണ്. ന്യൂ ബാലൻസിൻ്റെ അത്യാവശ്യം നല്ല ബ്രാൻഡാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷൂ വാങ്ങിയത്, എൻ്റെ ആക്ച്വലി ഷൂ സൈസ് വരുന്നത് 4 ആണ്, പക്ഷെ അത് 5 ആയിരുന്നു. അപ്പോൾ അത് ഇട്ടിട്ട് ഡെൻലേരി പോയ ടൈമിൽ എനിക്ക് കാല് ഭയങ്കരമായിട്ട് വേദനിച്ചിട്ടുണ്ടായിരുന്നു, കാലിൻ്റെ അടി. അപ്പം ഞാൻ വിചാരിച്ചാൽ ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന്. അപ്പം നമുക്ക് ഇവിടെ ഒരു പോളിസി ഉണ്ട്. അതിപ്പോൾ എല്ലാത്തിനും, ഷൂവിന് മാത്രമല്ല എല്ലാത്തിനും ഉണ്ട്. നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്തിട്ട് അതിൻ്റെ ബില്ല് നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 28 ഡേയ്സിനുള്ളിൽ ഒന്നെങ്കിൽ നമുക്ക് റീഫണ്ട് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം. എല്ലാ ഷോപ്പിലും റീഫണ്ട് ഇല്ല, പക്ഷേ എക്സ്ചേഞ്ച് ഓപ്ഷൻസ് ഉണ്ടാകും. അതിപ്പം 28 ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മളത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം എനിക്കുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എനിക്ക് സാധനം കൊടുത്തു കഴിഞ്ഞാൽ പൈസ തിരിച്ചു തരും, അല്ലെങ്കിൽ എനിക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേറെ സാധനം എടുക്കാം. അത് നല്ലൊരു പരിപാടിയാണ് ആക്ച്വലി ഇവിടെ. അതിപ്പോൾ എല്ലാ കടകളിലും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഡ്രസ്സ് എടുത്തിട്ട് നമുക്ക് സൈസ് പാകമായില്ല, വീട്ടിൽ ചെന്നപ്പോഴാണ് മനസ്സിലായെങ്കിൽ നമുക്ക് അപ്പം തന്നെ കൊണ്ടുപോയിട്ട് ഒന്നെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് പൈസ തിരിച്ച് വാങ്ങാം. നല്ല പരിപാടിയല്ലേ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുണ്ടോ? പീറ്റർ മാർക്കിലേക്ക് പോണ വഴിക്കാണ് ഇതേ ടെമ്പിൾ ബാർ കണ്ടത്. ഇപ്പം എന്ത് പരിപാടിയായിട്ട് ഇവിടെ അലങ്കരിച്ച് വെച്ചതെന്ന് അറിയില്ല. ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഭയങ്കര ഭംഗിയായി. പൂക്കളും ലൈറ്റ്സും ആൾക്കാരും ഫോറിനേഴ്സും ടൂറിസ്റ്റും അങ്ങനെ എല്ലാം കൊണ്ടും എപ്പോഴും ഫുള്ളും തിക്കും തിരക്കും ഇരിക്കും ഈ ടെമ്പിൾ ബാറിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. ആൾക്കാർ ഏറ്റവും കൂടുതൽ സിറ്റിയിൽ വന്നാൽ ഇവിടെ വന്നിട്ടായിരിക്കും കേട്ടോ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നത്. കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ നിന്നിട്ട് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് വീണ്ടും നമ്മൾ നടക്കാൻ തുടങ്ങി. ലുവാസ് ഇറങ്ങി ഏകദേശം 10-15 മിനിറ്റ് നമുക്ക് നടക്കാനുണ്ട് കേട്ടോ പീറ്റർ മാർക്കിൻ്റെ ഉള്ളിലേക്ക്. അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യും, ഇപ്പോൾ പറയാമെന്ന്. ഞാൻ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് അപ്പം തന്നെ ചേച്ചി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ ഇന്ന് ക്യാൻസലേഷൻ ഒന്നും ഇല്ല, ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയാൻ നമ്പർ തന്നേക്ക്, സിറ്റിയിൽ ഉണ്ടാവില്ലേന്ന്. ഞാൻ പറഞ്ഞു ഓ ഉണ്ടാവും, വിളിച്ചാൽ മതി. അങ്ങനെ ഇന്ന് സിറ്റി പോയിട്ടും വീണ്ടും മൂഞ്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കും എനിക്ക് ഏകദേശം പിടി കിട്ടി ഇന്നൊന്നും ഞാൻ മുടി വെട്ടാൻ പോണില്ല എന്ന്. ആ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ടും വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും കഴിക്കാമെന്ന് ഞങ്ങളിങ്ങനെ ഡിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നേരെ ഞങ്ങൾ ജവ്വിസ് മാളിൻ്റെ ഉള്ളിലേക്കാണ് പോണത്. അവിടെയാണ് ആക്ച്വലി ഷൂ മാറ്റേണ്ട ഷോപ്പ് ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി നിന്നപ്പോഴാണ് പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോവാം, ഇല്ലെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞ് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ടൈം കിട്ടില്ല, പിന്നെ ഷൂ നല്ല സെലക്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഫുള്ള് കൺഫ്യൂഷൻ ആകും. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ കയാസ് കിച്ചൺ എന്നും പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ കയറുന്നത്. ഇതുവരെ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇതുവരെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല കേട്ടോ, ആദ്യമായിട്ടാണ് കയറുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരുന്നു എന്ത് ഓർഡർ ചെയ്യണമെന്ന്. പിന്നെ അവസാനം ഞങ്ങൾ ഒരു ബീഫിൻ്റെ ഒരു സാധനം, ഇത് ബീഫിൻ്റെ സാധനമാണ്, ഒരുപാട് വെജിറ്റബിളും മഷ്റൂമും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ ഐറ്റം പൊട്ടറ്റോ ഉണ്ട്, അത് പുഴുങ്ങിയതായിരിക്കും കേട്ടോ. പിന്നെ ഓർഡർ ചെയ്തത് ലെസാഗ്ന എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ഡിഷാണ്. അത് അങ്ങനെ തന്നെയാണോ പ്രൊനൗൺസ് ചെയ്യാമെന്ന് എനിക്ക് അറിയത്തില്ല. ഇതാദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്, എനിക്കത് ഇഷ്ടപ്പെട്ടു ആക്ച്വലി. പക്ഷേ ബീഫിൻ്റെ ഐറ്റം, ബീഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുരുമുളകും ഉപ്പും എരിവും ഒക്കെ വേണ്ടുമ്പോഴല്ലേ നമുക്ക് ഈ ബീഫാന്ന് തോന്നത്തുള്ളൂ. ഇതൊന്നുമില്ല, പ്ലെയിൻ ആയിട്ടുള്ള സാധനമായിരുന്നു. പക്ഷെ നമുക്ക് കഴിക്കാനൊക്കെ പറ്റും കേട്ടോ, അത്ര മോശം എന്ന് പറയാനൊന്നും പറ്റില്ല. ഇവിടെ ഉള്ളവർക്കൊക്കെ പറ്റിയ ഫുഡാണ്. പിന്നെ
നമ്മൾ എവിടെ പോയാലും നമുക്ക് കുറച്ച് എരിവും പുളിയും മധുരമൊക്കെ വേണമല്ലോ. അതിനുശേഷം ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിക്കൊണ്ടിരുന്ന അവിടുത്തെ പേസ്ട്രീസിലേക്കായിരുന്നു. ഭയങ്കര കാണാൻ ഭംഗിയുള്ള കുറേ കേക്കുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അതൊരെണ്ണം വാങ്ങണം എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ ചിന്ത ഫുള്ള്. നമുക്ക് ഈ ഒരു ഡിഷ് കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് ഫുള്ളാകും കേട്ടോ. അത്യാവശ്യം നല്ല സൂപ്പർ ഐറ്റംസ് ആയിരുന്നു. നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ആക്ച്വലി. അതിന് ശേഷം ഞാൻ ദേ ഈ ഒരു ചീസ് കേക്കായിരുന്നു ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. 5 യൂറോ വരുന്നുണ്ട് ഈ ഒരു പീസിന്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ടാപ്പ് വാട്ടർ ഉണ്ടായിരുന്നു. ടാപ്പ് വാട്ടർ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടുള്ള പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം. അതല്ലാതെ നമുക്ക് കുപ്പിയിലെ വെള്ളമൊക്കെ വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങായിരുന്നു. എപ്പോഴും ഈ ഒരു ജർവിസ് മാൾ എന്ന് പറയുന്നത് ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അത്യാവശ്യം 2-3 ഫ്ലോറൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് എല്ലാ തരത്തിലുള്ള സാധനങ്ങളും കിട്ടും കേട്ടോ. പിന്നെ നേരെ ഞാൻ ജർവിസ് മാളിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഷൂവിൻ്റെ ഷോപ്പ് വരുന്നത്. ആക്ച്വലി അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഷൂ തന്നെ മാറ്റണോ, വേറെ മോഡൽ ഷൂ ന്യൂ ബാലൻസിൻ്റെ തന്നെ വേറെ ഷൂസ് എടുക്കണോ? ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ന്യൂ ബാലൻസിൻ്റെ തന്നെ. പക്ഷെ ഞാൻ തപ്പിപ്പോയൊരു സാധനമുണ്ട് ന്യൂ ബാലൻസിൻ്റെ, അതവിടെ ഉണ്ടായില്ല. അത്ര വലിയ ഓഫേഴ്സൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ ഓഫേഴ്സുകളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ സാധനത്തിനും. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നല്ലോണം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവിടുത്തെ സെയിൽസ് ഗേൾ വന്നത്. അവിടെ നല്ലൊരു പെങ്കൊച്ചായിരുന്നേ. നമുക്ക് ബില്ല് 2 രീതിയിൽ വാങ്ങാം. ഒന്നെങ്കിൽ ഹാർഡ് കോപ്പി അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി. ഒന്നെങ്കിൽ ഇമെയിലിലേക്ക് വാങ്ങാം അല്ലെങ്കിൽ കയ്യിലേക്ക് വാങ്ങാം. ഇമെയിലാണെങ്കിൽ അത് അവിടെ കിടന്നോളും. അത് കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷനാണ്. കയ്യിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇമെയിലൊക്കെ ആണെങ്കിൽ അവിടെ കിടന്നോളുമല്ലോ. ബില്ല് വേണം ഇവിടെ എല്ലാത്തിനും. പിന്നെ നമുക്ക് മാറ്റാനോ എന്തിനു വേണേലും ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഞാൻ ചെന്ന് അവരുടെ അടുത്ത് കാര്യം പറഞ്ഞപ്പോൾ അവർ ജസ്റ്റ് ബില്ല് ചെക്ക് ചെയ്യാന്നല്ലാതെ അവർ ഷൂ പോലും ഓപ്പൺ ചെയ്ത് നോക്കിയില്ല. അതായത് ഇനി എന്തെങ്കിലും കേട് വന്നിട്ടുണ്ടോ, ചെളിയായിട്ടുണ്ടോ, കളറ് പോയിട്ടുണ്ടോ, ഇളകിയിട്ടുണ്ടോയെന്ന് ഇട്ടിട്ടുണ്ടോയെന്ന് ഒന്നും അവർ ചെക്ക് ചെയ്തില്ല. ജസ്റ്റ് അവർ ബില്ല് നോക്കി അതിന് ശേഷം ഷൂവിൻ്റെ ആ ബോക്സ് നോക്കി. അത് കഴിഞ്ഞിട്ട് എൻ്റെ സൈസിൽ ഷൂ കിട്ടണമല്ലോ, അപ്പോൾ സൈസ് 4 സെയിം പീസ് ഉണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്തു. എന്നിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഈ സാധനം തന്നെ വേണോ, അത് വേറെ മോഡൽ ചെക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു ഒന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. അവർ തന്നെ എൻ്റെ കൂടെ വന്നിട്ട് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ഷൂസ് ഇവിടെ അവൈലബിൾ ആണ്, ഇതിൽ ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പം ഞാൻ 2-3 ഇട്ട് നോക്കി. പക്ഷേ എന്നിട്ടും എനിക്ക് എൻ്റെ ഷൂ തന്നെയായിരുന്നു കേട്ടോ ഇഷ്ടമായത്. ഇതായിരുന്നു എൻ്റെ ഷൂ. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയണേ. ആക്ച്വലി എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല കളറുമാണ്, നല്ല പാറ്റേൺ ആണ്. ആക്ച്വലി ഇത് ഫ്രണ്ടിൽ നിന്ന് കാണാൻ വലിയ ഭംഗിയില്ല, പക്ഷേ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ സൈസ് കറക്റ്റ് ആവാഞ്ഞിട്ടായിരിക്കാം എൻ്റെ കാലിൻ്റെ അടി വേദനിച്ചത്. കാരണം ന്യൂ ബാലൻസിൻ്റെ ഒക്കെ ഏറ്റവും കൂടുതൽ ഷൂസ് പോകുന്നത് ആൾക്കാരുടെ കാലിന് കംഫർട്ടാക്കുന്ന രീതിയിലാണ് അതിൻ്റെ എല്ലാ പാറ്റേണും ഡിസൈനും മെറ്റീരിയലും ഒക്കെ വരുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പർച്ചേസും ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ ഷൂ ഒക്കെ ഇട്ട് നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറച്ച് നേരം നടന്ന് നോക്കി. കറക്റ്റാണ്, സൈസ് 4 തന്നെയാണ്. അപ്പോൾ അതും വാങ്ങിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പം എന്തോ ഡബിൾ ഡിസ്കൗണ്ട് എന്തോ നടക്കുന്നുണ്ട്, നമ്മളവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഓഫർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമ്മൾ ബില്ല് പേ ചെയ്യേണ്ടി വന്നില്ല. അവർ കറക്റ്റ് അതൊക്കെ ചെക്ക് ചെയ്തിട്ട് എനിക്ക് ഷൂ തന്നു. അപ്പോൾ അതും വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇവിടെ എല്ലാ ഷോപ്പുകൾക്കും അവരവരുടേതായ ആപ്പുകൾ ഉണ്ടാകും കേട്ടോ. ആ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ പർച്ചേസിനും നമുക്ക് കോയിൻസ് കയറിക്കൊണ്ടിരിക്കും. അത് കോയിൻസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് പൈസ കൂടുതൽ കിട്ടും. അപ്പോൾ ഈ കോയിൻസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു 10 യൂറോയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 10 യൂറോ ഉപയോഗിച്ചിട്ട് നമുക്ക് പൈസ കൊടുക്കാതെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബൂട്ട്സിൽ പോയിട്ട് റെഗുലറായിട്ട് പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ ബൂട്ട്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ പെർഫ്യൂം ഷോപ്പിൽ പോകുമ്പോൾ അവർക്ക് ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ സ്കാൻ ചെയ്യണം, എന്നാൽ മാത്രമാണ് അത് നമുക്ക് ഇങ്ങനെ കോയിൻസ് കിട്ടിക്കൊണ്ടിരിക്കുക. അതിനി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കട്ടോ. ഇപ്പം നമ്മൾ കാണുന്നത് ടൂറിസ്റ്റ് ബോട്ടാണ്. അതായത് നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സിറ്റി ഫുള്ളായിട്ട് നമ്മളെ കറക്കും. അതിന് എത്ര രൂപയാണെന്ന് അറിയത്തില്ല, ഞാനിതുവരെ കയറിയിട്ടുമില്ല. ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു ദിവസം നമുക്ക് കയറണം ഇതിൽ. ഇത്ര നേരമായിട്ട് മഴ പെയ്തിട്ടില്ല, അത്യാവശ്യം നല്ല രീതിയിൽ വെയിലുണ്ട്. ഇതേപോലെ അങ്ങ് രാത്രി വരെ നിന്നാൽ മതിയായിരുന്നു. കുറച്ച് നേരം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിന്ന് ഐസ്ക്രീം തീരുന്നത് വരെ അവിടെ നിന്നേ. പിന്നെയും കുറച്ച് ദൂരം നമുക്കൊരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നേരെ ട്രിനിറ്റി കോളേജ് എത്തും. ട്രിനിറ്റി കോളേജിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അയർലൻഡിലെ തന്നെ ഏറ്റവും വലിയ കോളേജാണ് ട്രിനിറ്റി കോളേജ് എന്ന് പറയുന്നത്.
വരുന്നത്. ഒരു യൂണിവേഴ്സിറ്റി കോളേജും കൂടിയാണത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പോയാലോ എന്ന്. ഇതാ പുറത്തെ വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ട്രിനിറ്റി കോളേജ് ഭയങ്കര വലിയ കോളേജാണ്. അവിടെ ടൂറിസ്റ്റൊക്കെ അലൗഡ് ആണ്. അതായത് ടൂറിസ്റ്റിന് വരുന്നവർക്കും അല്ലാതെ ഇവിടെയുള്ള ലോക്കൽസിനും ആർക്ക് വേണമെങ്കിലും അതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ പറ്റും. അത്രയും വലിയ കോളേജ് ആയതുകൊണ്ട് തന്നെ ആൾക്കാർ സ്ഥിരമായിട്ട് അവിടെ കയറുന്നുണ്ട് കേട്ടോ. ഇവിടെ അയർലൻഡിൽ വരുന്നവരാണെങ്കിൽ സ്ഥിരം പോകുന്ന ഒരു പ്ലേസ് തന്നെയാണ് ഈ ട്രിനിറ്റി കോളേജിൻ്റെ. എൻ്റെ 2-3 ഫ്രണ്ട്സ് ട്രിനിറ്റി കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയതാണ്. അത്യാവശ്യം ബുദ്ധി കൂടുതലുള്ളവർക്കാണ് ഇവിടെ അഡ്മിഷൻ കിട്ടുക എന്ന് കേട്ടിട്ടുണ്ട്. ട്രിനിറ്റി കോളേജ് വരുന്നത് ഡബ്ലിൻ കൗണ്ടിയാണ്. അതിൻ്റെ സിറ്റിയിൽ തന്നെ, അതായത് നടുക്കായിട്ട് തന്നെയാണ് ഈ ട്രിനിറ്റി കോളേജ് വരുന്നത്. ഇത് 1592 ആക്ച്വലി ഇത് രൂപം കൊണ്ടത്. ഇതിപ്പോൾ അറിയപ്പെടുന്നത് പബ്ലിക് റിസർച്ച് യൂണിവേഴ്സിറ്റി ആയിട്ടാണ്. ട്രിനിറ്റി കോളേജിനെ ആക്ച്വലി അറിയപ്പെടുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഡബ്ലിൻ എന്നും കൂടിയാണ്. കാരണം അത്രയും വലിയ യൂണിവേഴ്സിറ്റിയാണ്. നമ്പർ 1 യൂണിവേഴ്സിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇതിൻ്റെ അഫിലിയേഷൻ വന്നേക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഡബ്ലിൻ ആണ്. ഇവിടുത്തെ മെയിൻ കോഴ്സുകൾ എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ്, സയൻസ് ആൻഡ് ടെക്നോളജി, ലോ ആൻഡ് ബിസിനസ്, മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സയൻസ്, അങ്ങനെ ഒരുപാട് കോഴ്സസുകളുണ്ട്. ഇവിടെ 18,000 സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് വരുന്നത്. അയർലൻഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ലൈബ്രറി ഉള്ള കോളേജ് എന്ന് പറയുന്നത് ട്രിനിറ്റി കോളേജാണ്. അവിടെ കയറണമെങ്കിൽ നമുക്ക് ഫീസ് ഉണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കയറിയില്ല എന്നുള്ളൂ. കാരണം ഇത് 47 ഏക്കർ ഉണ്ട് ഈ ഒരു കോളേജ് ഫുള്ളായിട്ട്. അത്രയും കോളേജ് നമ്മൾ ചുറ്റി കാണണ്ടേന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ എത്തിയപ്പോൾ കുറച്ചൊന്ന് ലേറ്റായി. 6:30 വരെയാണ് സൺഡേസിൽ ഓപ്പൺ ഉള്ളൂ. അപ്പോൾ നമ്മൾ എത്തിയ സമയത്ത് തന്നെ ലൈബ്രറി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ കോളേജ് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ലൈബ്രറി മാത്രം കാണാനായിട്ട് നമുക്ക് വേറൊരു ദിവസം വരേണ്ടി വരും. അല്ലെങ്കിൽ രാവിലെ വന്നിരുന്നെങ്കിൽ നമുക്ക് ലൈബ്രറിയിലും കൂടെ കയറായിരുന്നു. ഇവിടെ വരുന്ന ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് വന്ന് നിൽക്കുന്നത് ഈ ലൈബ്രറി കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം അത്രയും ക്യൂ ഉണ്ടായിരുന്നു ലൈബ്രറി കാണാൻ വേണ്ടി മാത്രം. അവിടെ സ്റ്റുഡൻസിനെ മാത്രമല്ല നമുക്ക് കാണാൻ പറ്റുക, ലോക്കൽസിനെ കാണാൻ പറ്റും, ഫോറിനേഴ്സിനെ കാണാൻ പറ്റും, അല്ലാതെ ചുമ്മാ അതിൽ നടക്കുന്നവരെ കാണാൻ പറ്റും. കാരണം എല്ലാവരും ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും വരുന്ന ഒരു സ്ഥലം കൂടെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ. ഭയങ്കര ഭംഗിയാണ് ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര പഴയ ബിൽഡിങ്ങുകളാണ്. ഇതാണ് ട്രിനിറ്റി കോളേജിൻ്റെ ഗ്രൗണ്ട് വരുന്നത്. ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് പേര് ഈ ടൈമിൽ അവിടെ വന്നിരിക്കുന്നുണ്ട്. ഗ്രൗണ്ടിൻ്റെ ഉള്ളിലും അല്ലാതെ അവിടെ ഒരുപാട് ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട്. വിസിറ്റേഴ്സിനോ അല്ലെങ്കിൽ സ്റ്റുഡൻസിനോ ആർക്ക് വേണമെങ്കിലും അവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് പേര് അവിടെ വന്നിട്ട് ഒരുപാട് ഗെയിംസ് കളിക്കുന്നവരുണ്ട്. അല്ലാതെ ചുമ്മാ ഫാമിലീൻ്റെ കൂടെ വന്നിട്ട് ടൈം കളയുന്നവരുണ്ട്. അല്ലാതെ വിസിറ്റേഴ്സായിട്ട് വരുന്ന ഫോറിനേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഫുൾ ടൈം വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലവും കൂടെയാണ് കേട്ടോ ഈ ട്രിനിറ്റി കോളേജ് എന്ന് പറയുന്നത്. നമ്മൾ ഗൂഗിളിൽ തപ്പിയിട്ട് വേണം കേട്ടോ ടൈം ഏതൊക്കെ ടൈമിലാണ് ഓപ്പൺ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. കാരണം മൺഡേ ടു സാറ്റർഡേ വരെ ഒരേ ടൈമിലാണ് ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ സൺഡേയിൽ മാത്രമാണ് ടൈമിംഗ് വേരി ചെയ്യുന്നത്. അത് നമ്മൾ കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് വേണം പോകാൻ. പക്ഷേ 7 ദിവസവും ഇവിടെ ഓപ്പൺ ആണ്.
ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് വന്ന കാര്യങ്ങളൊന്നും നടന്നില്ല കേട്ടോ. പ്ലാൻ ചെയ്യാതെ വന്ന കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്തു. അത് കാണാനൊക്കെ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. ട്രിനിറ്റി കോളേജ് വരണമെന്ന് പ്ലാൻ ചെയ്ത കാര്യമല്ല. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ട്രിനിറ്റി കോളേജിൽ ഒരു വട്ടം വന്നെങ്കിൽ കാണണമെന്ന്. പക്ഷെ ഇന്ന് സിറ്റിയിൽ വന്നു, നമുക്കിന്ന് ടൈം ഉണ്ടായിരുന്നു. അങ്ങനെ ചുമ്മാ കയറി ഗൂഗിളിൽ തപ്പിയപ്പോൾ ഓപ്പൺ ആണ്. അങ്ങനെയാണ് നമ്മൾ ട്രിനിറ്റി കോളേജിൽ വന്നത്. ഡബ്ലിനിലും അയർലൻഡിലും ഉള്ളവരൊക്കെ ഒന്ന് മസ്റ്റായിട്ട് ഒരു വട്ടമെങ്കിലും കാണേണ്ട സ്ഥലമാണ് ട്രിനിറ്റി കോളേജ് എന്ന് പറയുന്നത്. ഞാൻ എന്തായാലും ഒരു വട്ടം കൂടെ വരും, കാരണം എനിക്ക് ഇവിടുത്തെ ലൈബ്രറി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ ഈ വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വ്ലോഗിൽ കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.